ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പം നമുക്ക് നമ്മുടെ പുഡിങ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ മാംഗോ പുഡിങ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഒരു 1/2 കപ്പ് ബാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എന്നാൽ നമ്മുടെ പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. നമുക്ക് ഈ പാലിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം എന്താ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇത് നമുക്ക് നമ്മുടെ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ തീ കത്തിച്ചിട്ടില്ല. ഇനി നമ്മുടെ പാലിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. ഇനി നമ്മുടെ പാല് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ കട്ട പിടിക്കും. നമ്മൾ കോൺഫ്ലോർ ചേർത്ത കാരണം പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അത് കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ പാല് ചെറുതായിട്ടൊന്ന് തിക്കാകാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തിക്കാകണം. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പം എന്താ നല്ലൊരു ക്രീമി പരുവായിട്ടുണ്ട്. ഇപ്പം എന്താ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയാകും. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം, ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തു. തീ ഓഫ് ചെയ്താലും കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഇനി നമുക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ സെർവ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ ചെറിയ കപ്പിലാണ് സെർവ് ചെയ്യണത്, അതാണ് ഈ കപ്പിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുവാണ്. ഒരു പകുതി ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം എന്താ എല്ലാ കപ്പിലും ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ, ഇത് നന്നായിട്ടൊന്ന് ചൂടാറണം. അപ്പം അടുത്ത ലെയറിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു മാങ്ങാപ്പഴമാണ്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പം എന്താ നമ്മുടെ ആദ്യത്തെ ലെയറിൻ്റെ ചൂട് അത്യാവശ്യം മാറിയിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുവാണ്, നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം എന്താ നമ്മുടെ മാങ്ങയെല്ലാം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തു. ഇതിന് നമുക്കൊരു മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എന്താ നമ്മുടെ മാമ്പഴം അരച്ചത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. നന്നായിട്ട് അരയ്ക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. മാമ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കണം. തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യുക. അപ്പോൾ അതാ നമ്മുടെ മാമ്പഴം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കണത്. ഈ സമയത്ത് 1 ടീസ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. പാലിലല്ല, വെള്ളത്തിൽ. മാങ്ങ ആയതുകൊണ്ട് പാൽ ചേർക്കരുത്, പിരിഞ്ഞു പോകും. വെള്ളമാണ് ചേർത്തേക്കണത്. ഇത് നമുക്ക് നമ്മുടെ മാംഗോയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഗ്ലേസിങ് കിട്ടും.
എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുറുക്കിയെടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. എന്താ നല്ലൊരു ഗ്ലേസിങ് വന്നിട്ടുണ്ട്. ഇത് ഒത്തിരി തിക്കാകേണ്ട ആവശ്യമില്ല. തേനിൻ്റെ കൺസിസ്റ്റൻസി വന്നാൽ മതി. ഇപ്പോൾ ഇത് അത്യാവശ്യം തിക്കായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി. നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ. ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് ലെയർ ഒന്ന് നന്നായിട്ട് തണുത്ത് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ അത് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ എന്താ നമ്മുടെ ഫസ്റ്റ് ലെയർ നന്നായിട്ട് തണുത്ത് സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചൂടാറിയിട്ടുള്ള മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലായിടത്തേക്കും ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതായപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയറും ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നമുക്ക് 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം സെർവ് ചെയ്യാം. ഇതിന് മുകളിൽ നട്ട്സോ മാംഗോ പീസസോ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് മാംഗോയുടെ പീസസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാണ്. അപ്പം എന്താ നമ്മുടെ പുഡിങ് ഒരു 5 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ മാംഗോ പുഡിങ്. ഇപ്പം മാങ്ങയുടെ സീസണല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.